കേരളം വളരെ നല്ല നിലയിൽ ഭരിച്ച സാമൂതിരി രാജാക്കന്മാരുടെ ധർമ്മപതാകയിലെ ഒരു കറുത്ത പൊട്ടാണ് കുഞ്ഞാലി നാലാമനുമായുള്ള സാമൂതിരിയുടെ തെറ്റിപ്പിരിയൽ. യഥാർത്ഥത്തിൽ കുഞ്ഞാലി മരക്കാരുടെ സംരക്ഷകരായിരുന്നു സാമൂതിരി രാജാക്കന്മാർ. പക്ഷേ പോർച്ചുഗീസുകാരുടെ കുത്തിത്തിരിപ്പിന് പിന്നിൽ സാമൂതിരി വഴങ്ങി. അങ്ങനെ നാലാം കുഞ്ഞാലിയെ പോർച്ചുഗീസുകാരുമായി ചേർന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചു പോർച്ചുഗീസുകാർക്ക് കുഞ്ഞാലിയെ കൈമാറി. പോർച്ചുഗീസുകാരുടെ നാവിക ദുഷ്പ്രഭുത്വത്തിന് നേരെ കുഞ്ഞാലി മരക്കാർ വോളിയം 1, 2, 3, 4 നടത്തിയ യുദ്ധങ്ങൾക്ക് കണക്കില്ല. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാമൂതിരിയെ വട്ടമിട്ട് പിടിച്ചു. വികാരഭരിതമായ ഒരു ദുരന്ത കഥ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. കാരണം കുഞ്ഞാലി മരക്കാരും സാമൂതിരി രാജാക്കന്മാരും പരസ്പരം അങ്ങേയറ്റം വേണ്ടപ്പെട്ടവരായിരുന്നു. സാമൂതിരി രാജാക്കന്മാർക്ക് യുദ്ധങ്ങളെല്ലാം ചെയ്തത് ഈ കുഞ്ഞാലി മരക്കാർ കമ്പനികളാണ്. സാമൂതിരി രാജാവിന് കുഞ്ഞാലി മരക്കാരെ തോൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ കുഞ്ഞാലി മരക്കാർ നാലാമനെ കെട്ടിയ പോർച്ചുഗീസുകാർ അദ്ദേഹത്തിന്റെ തല ഛേദിച്ച് പ്രദർശനത്തിന് വെച്ചു കളഞ്ഞു. സാമൂതിരി പിന്നീട് ഖേദിച്ചെങ്കിലും ചരിത്രത്തിലെ ഒരു വിരോധാഭാസമായി ഇത് ഇന്നും നമ്മൾ വായിക്കുന്നു. പക്ഷേ പോർച്ചുഗീസുകാർക്ക് പ്രഭുത്വം സ്ഥാപിക്കാനായില്ല. കാരണം അപ്പോഴത്തേക്കും ഡച്ചുകാർ ഒരു പ്രബല ശക്തിയായി ഇവിടെ വളർന്നിരുന്നു. കേരളം വളരെ നല്ല നിലയിൽ ഭരിച്ച സാമൂതിരി രാജാക്കന്മാരുടെ